സെൻട്രൽ ടീമിന്റെ അന്വേഷണവും സ്റ്റേറ്റ് ടീമിന്റെ അല്ല, തീർച്ചയായിട്ടും അതെല്ലാം എന്തായാലും ഉണ്ടാവുമല്ലോ. ഇനി പെസോ വന്ന് എന്തെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കളക്ടറെ അറിയിക്കും. എന്നെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിച്ചാൽ അതനുസരിച്ചുള്ള നീക്കങ്ങളെല്ലാം നടത്തും. അത് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ. ഈ അവരുടെ വീടുകളിലേക്ക് പോകുന്നുണ്ടല്ലേ? അങ്ങോട്ടാണ് പോകുന്നത്? അല്ല, ഞാനിപ്പം സ്പോട്ടിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാക്കി ഒരു അവിടുത്തെ അവകാശികൾക്കുള്ള ഒരു കാര്യങ്ങളുടെ ഇടയിൽ പോയിട്ട് അവിടെ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലാവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് പോലീസ് പറയുന്നതനുസരിച്ച് അല്ല, അതൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് ജനവികാരം എന്ന് പറയുന്നത് നമ്മൾ കണക്കിലെടുക്കണം. ആ ജനവികാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ദേവസ്വങ്ങളും. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ദേവസ്വങ്ങളോട് സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. അതെ, ഇതിപ്പം അവിടം വരെ എത്തിയില്ലല്ലോ. ഇത് തന്നെയും സാമ്പിൾ വെടിക്കെട്ടിനുള്ള പൊരുളല്ലേ കത്തി അമർന്നിരിക്കുന്നത്. ദേവസ്വക്കാർ പറയുന്നൊരു കാര്യം, ഈ അന്നു ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഒരു അപകടത്തിന്റെ തീവ്രത കുറയാമായിരുന്നു, അങ്ങനത്തെ ഒരു സജഷൻ അവരുടെ ഭാഗത്ത്. പക്ഷെ അതായിട്ടില്ലല്ലോ. കൈമാറുന്നത് 23-ാം തീയതിയല്ലേ. അതൊക്കെ ക്ലിപ്തതയുള്ള കാര്യങ്ങളല്ലേ. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. 23-ാം തീയതിയാണ് കൈമാറുന്നത്. 23-ാം തീയതി മാത്രം കൈമാറിയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇത്രയും കാലം കൊണ്ടുവരില്ലല്ലോ. ഇതിപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാകെ ഈ സാമ്പിൾ വെടിക്കെട്ടിനുള്ളതും പിന്നെ പാവർട്ടി പള്ളിയിലേക്കുള്ള പെരുന്നാളിൻ്റെ പൊരുളും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇന്നലെ രാത്രി കളക്ടർ നിൽക്കുമ്പോൾ തന്നെ കിട്ടിയ റിപ്പോർട്ട്.